അതിശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരവും. പ്രവചനം അസാധ്യം. കോൺഗ്രസിനായി ശശി തരൂർ, CPIക്കായി പന്ന്യൻ രവീന്ദ്രൻ, അതുപോലെ BJPക്കായി രാജീവ് ചന്ദ്രശേഖർ, മൂന്നുപേരും ത്രികോണ മത്സരവുമായി മത്സരരംഗത്ത് കളത്തിൽ നിറഞ്ഞു കളിക്കുന്ന കാഴ്ചയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആഷ്മി, ഗുഡ് മോർണിംഗ്. ആഷ്മി, പേരൂർക്കടയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് ഈ പേരൂർക്കട. അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ അഭ്യാസങ്ങൾക്ക് വേദിയായിട്ടുള്ള ഈ തലസ്ഥാന നഗരിയിലെ കൊട്ടിക്കലാശിലേക്ക് കടന്നു പോകുന്ന മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ എന്താണ് ആഷ്മിയുടെ മനസ്സിൽ ഇങ്ങനെ ഉറഞ്ഞ് തുള്ളി വരുന്നത് പുറത്തേക്ക്? വെരി ഗുഡ് മോർണിംഗ്. ഇവിടെ അതിശക്തമായ ത്രികോണപ്പോർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ത്രികോണപ്പോരാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രചരണത്തിന്റെ ആദ്യ ലാപ്പിൽ തന്നെ ത്രികോണപ്പോരിലേക്ക് തന്നെ കടന്ന ഒരു മണ്ഡലം കൂടിയാണത്. കേരളത്തിലെ പ്രചരണ വഴിയിൽ അതിന്റെ മൂർധന്യാവസ്ഥയിൽ ത്രികോണപ്പോരിലേക്ക് പോയ മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ആദ്യ ലാപ്പിൽ തന്നെ ത്രികോണപ്പോരിലേക്ക് പോയ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. നമ്മൾ ഇന്നലെ 3 പേരെ പോയി കണ്ടിരുന്നു. ഇന്നലെ ശശി തരൂരിനെ, രാജീവ് ചന്ദ്രശേഖരനെ, പന്ന്യൻ രവീന്ദ്രനെ 3 പേരെ പോയി കണ്ടിരുന്നു. 3 പേരും കടുത്ത ആത്മവിശ്വാസത്തിലാണെന്ന് പറഞ്ഞാൽ വെറുതെ മൈക്കിന് മുന്നിൽ ജയിക്കുമെന്ന് പറയുന്നതല്ല, അല്ലാതെ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് കണക്കുകൾ സഹിതം പറയാനുണ്ട്. എന്തുകൊണ്ട് ഞാൻ ജയിക്കും എന്നവർക്ക് കണക്കുകൾ സഹിതം കൃത്യമായി പറയാനുണ്ട്. അപ്പം 3 പേരും ജയിക്കുമെന്ന് അങ്ങേയറ്റത്ത് ആത്മവിശ്വാസം നിൽക്കുമ്പോൾ ഇവിടെ അൺപ്രഡിക്റ്റബിൾ, അപ്രവചനീയത എന്ന ഫാക്ടർ കൃത്യമായി തന്നെ നിൽക്കുകയാണ്. ഇവിടെ തീരദേശ വോട്ടുകൾ അതിനിർണായകമാണ്. വിഴിഞ്ഞമടക്കമുള്ള മേഖലകളിലെ വോട്ടുകൾ ആരെ നൽകി, അത് തരൂരിനൊപ്പം വോട്ടുകൾ തന്നെയാണ്. അങ്ങോട്ടേക്കൊക്കെയാണ് പന്ന്യൻ രവീന്ദ്രൻ റോഡ് ഷോ അടക്കം ഇന്നലെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പന്ന്യൻ ഇവിടെ അതിനിർണായകമായ ഒരു സാന്നിധ്യമാണ്. ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നത് തന്നെ പന്ന്യൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ 2 സ്ഥാനാർത്ഥികളുടെ കയ്യിലേക്ക് നോക്കൂ, അവരുടെ കയ്യിൽ കോടികളാണ്, എന്റെ കയ്യിൽ കൊടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു വർക്കിംഗ് ക്ലാസ് ഹീറോ ഇമേജിൽ പാവപ്പെട്ടവന്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പോകുന്നു. അത് കോൺഗ്രസിന് ചെറിയ തോതിൽ ചങ്കിടിപ്പുണ്ടാക്കുന്നു. കാര്യം ഈ വിഴിഞ്ഞമടക്കമുള്ള തീരദേശ മേഖലകളിലെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്ക് പന്ന്യൻ കടന്നു കയറുമോ, പന്ന്യൻ ലക്ഷ്യം വെക്കുന്ന വോട്ട് ബാങ്ക് ആണോ എന്നൊരാശങ്ക എന്തായാലും തരൂരിനുണ്ട്. പക്ഷെ തരൂർ പറയുന്നു, ഞാൻ ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ, ഈ കഴിഞ്ഞ 3 ഊഴത്തിൽ ചെയ്ത ട്രിവാൻഡ്രത്തിന് വേണ്ടി ചെയ്ത വികസനം നോക്കൂ, എന്റെ പ്രോഗ്രസ് കാർഡ് നോക്കൂ എന്ന് പറയുന്നു. അപ്പോ BJP സ്ഥാനം രാജീവ് ചന്ദ്രശേഖരൻ വികസനമില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം BJP കേന്ദ്രം ഭരിക്കുന്നു. ആ കഴിഞ്ഞ 10 വർഷം രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രിയായിരുന്നു. തിരുവനന്തപുരത്തിന് എന്ത് ചെയ്തു എന്നുള്ള വികസന ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ വോട്ടിന് വേണ്ടി പണം നൽകി എന്നുള്ള ആരോപണം കേട്ടു. അത് കോടതി, ഇലക്ഷൻ കമ്മീഷൻ, വ്യവഹാര വഴികൾ, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ തീപാറും പോരാട്ടത്തിന്റെ വഴിയിൽ, വ്യവഹാര വഴിയിലൊക്കെ വളരെ കൃത്യമായി തന്നെ ഇതിന്റെ പോരാട്ടത്തോട് പ്രകടമായിരുന്നു. ഇപ്പോൾ നമ്മൾ പേരൂർക്കടയാണ്. പേരൂർക്കടയിലേക്ക് 3 സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ടേക്ക് വൈകിട്ട് ഒരു 3 മണിയോടുകൂടി 3 സ്ഥാനം റോഡ് ഷോ 5 മണിയോട് ഇവിടെ എത്തും. 6 മണിക്കെല്ലാം അവസാനിപ്പിക്കണമെന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം. ഈ പേരൂർക്കട എക്കാലത്തെയും രാഷ്ട്രീയ ചൂടിന്റെ കൊട്ടിക്കലാശത്തിന്റെ കേന്ദ്രബിന്ദു ആവാറാണ് എല്ലാ ഇലക്ഷനിലും. അപ്പൊ ഇക്കുറിയും ഈ കഴിഞ്ഞ 1 മാസത്തോളം നീണ്ട കൊടിയ വാക്പോരിന്റെ, കൊടിയ പ്രചരണത്തിന്റെ ആ പ്രതിഫലനം ഇന്ന് വൈകിട്ട് തീരുന്ന കൊട്ടിക്കലാശത്തിൽ. കാര്യം 3 മുന്നണികൾക്കും അവരുടെ ശക്തി പ്രകടനം, അവരുടെ എത്രത്തോളം വോട്ട് സമാഹരിക്കാനുള്ള കരുത്തുണ്ട് എന്നതിന്റെ ഒരു ശക്തി പ്രകടനമായി മാറ്റും പേരൂർക്കട. അങ്ങനെയെങ്കിൽ പേരൂർക്കട ഒരു വൈകിട്ട് 3 മണി മുതൽ ഒരു മനുഷ്യ സാഗരമാകും. ഇവിടെ ഒന്നും പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത മട്ടിൽ ആളുകൾ ഇവിടെ നിറഞ്ഞു നിൽക്കും. എന്തായാലും ട്രിവാൻഡ്രം ഒരു തർക്കവുമില്ല. 3 സ്ഥാനാർത്ഥികൾ, 3 ശക്തരായ മുന്നണികൾ, അതിശക്തമായ ത്രികോണപ്പോര്, അപ്രവചനീയം, അൺപ്രഡിക്റ്റബിൾ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം തിരുവനന്തപുരത്തെ. താങ്ക് യു.